ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കലാലയ രാഷ്ട്രീയത്തോട് കിടപിടിക്കുന്ന പ്രചരണ തന്ത്രങ്ങൾ. കഷ്ടം. ഇവർ എങ്ങനെയാണ് നമ്മെ ഉപദേശിക്കുന്നത്? കുരുടൻ മറ്റൊരു കുരുടനെ എങ്ങനെയാണ് വഴികാട്ടുന്നത്? ഇവരിൽ എവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണുവാൻ കഴിയുക? സ്വന്തം താൽപ്പര്യങ്ങൾക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും വേണ്ടി മാത്രം സഭയെ പൊതുജനമധ്യേ അപഹാസ്യരാക്കുവാൻ ഇവർക്ക് ഒരു മടിയുമില്ല. ഇത് ഏത് ആത്മാവാണ്? ഈ ആത്മാവിനെ വിവേചിക്കാൻ നമുക്ക് കഴിയാത്തത് എന്താണ്? പ്രിയപ്പെട്ട ശുശ്രൂഷകന്മാരെ, സഭാവിശ്വാസികളെ, നമ്മളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങളും അവരുടെ തലപ്പത്തിരിക്കുന്നവരും കാണിക്കുന്ന ഈ അഭ്യാസങ്ങളെ നാം തള്ളിക്കളയണം. പഴയ കാലത്തെ ആ നല്ല അനുഭവങ്ങൾ IPC എന്ന പ്രസ്ഥാനത്തിൽ വീണ്ടും തിരിച്ചു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അധികാരമോഹികളെ അടിച്ചോടിക്കുവാൻ ക്രിസ്തു ചാട്ടവാറുമായി ഇറങ്ങുന്ന കാലം വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ളവരെ യാതൊരു കാരണവശാലും നിങ്ങൾ ആത്മീയരായി കാണരുത്. ഈ പ്രശ്നങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഭാഗഭാക്കായവരുണ്ട്. അവരെ സഭാവിശ്വാസികൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇവരെ വിളിച്ച് മീറ്റിംഗ് നടത്തുന്നവർ സൂക്ഷിക്കുക. ഇവർക്ക് നീലച്ചായത്തിൽ വീണ കുറുക്കൻ്റെ സ്വഭാവമാണുള്ളത്. പെന്തക്കോസ്ത് സഭയ്ക്ക് അതിൻ്റേതായ അച്ചടക്കവും ദൈവിക സ്വഭാവവും ഉണ്ടാവണം. ഈ സ്ഥിതിവിശേഷത്തിൽ നിന്നും IPCയെ രക്ഷിക്കുവാൻ നമുക്ക് ഒരുമിക്കാം. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണുന്നവരെയും നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.